സൽഗുരുഭ്യോ നമ. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. കാമക്രുധാദ്യഖിലദോഷമവാസ്യ രാമനാമാക്ഷരാമൃതഗണേ ഹൃദയം നിഷിഞ്ജൻ യസാധനുഗ്രഹപഥേന ദിവം വിവേശ തം നീലകണ്ഠ ഗുരുപാദമനുസ്മരാമി. വിഗ്രഹേ രാമചന്ദ്രസ്യ വിലയീഭൂതചേതസ അഹം ബ്രഹ്മേതി വേദാന്തതത്വബോധസ്വരൂപിണേ വിഭൂതിമാത്രദാനേന സർവാനുഗ്രഹദായിനേ ശ്രീനീലകണ്ഠശിഷ്യായ സത്യാനന്ദായ തേ നമഃ. ഓം ശ്രീ നീലകണ്ഠഗുരുപരബ്രഹ്മണേ നമഃ. ഓം ശ്രീ സത്യാനന്ദഗുരുപരബ്രഹ്മണേ നമഃ. ഓം സഹനാവവതു സഹനോ ഭുനക്തു സഹ വീര്യങ്കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. സജ്ജനങ്ങളെ, ചെങ്കോട്ടുടം ശ്രീരാമദാസാശ്രമത്തിൻ്റെ മഠാധിപതിയായിരുന്ന പൂജനീയ ഗുരുനാഥൻ ജഗൽഗുരു സ്വാമി സത്യാനന്ദ സരസ്വതിപാദങ്ങളുടെ 90-ാം ജന്മദിനം ഈ വരുന്ന കന്നിമാസത്തിലെ പുണർത്തിൽ സമാഗതമാവുകയാണ്. പൂജനീയ ഗുരുനാഥൻ്റെ നവതി സമുചിതമായി ആചരിക്കണമെന്ന് ആശ്രമവാസികളും ആശ്രമബന്ധുക്കളും സ്വാമി ഭക്തരും ആഗ്രഹിച്ചതിൻ്റെ ഫലമായി അതിനെ ഒരു കാര്യക്രമം ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് ശ്രീരാമദാസ മിഷൻ യൂണിവേഴ്സൽ സൊസൈറ്റി. ഈ വരുന്ന സെപ്റ്റംബർ 28-ാം തീയതി പരമപൂജനീയ ഗുരുനാഥൻ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ ജന്മദിനമായ തൃക്കെട്ട നാളിൽ ചെങ്കോട്ടോണം ശ്രീരാമദാസ ആശ്രമത്തിൽ ഇതിന് സമാരംഭം കുറിക്കുകയാണ്. രാവിലെ 10 മണിക്കാണ് ലളിതസഹസ്രനാമ അർച്ചന സംഘടിപ്പിക്കുന്നത്. ഈ സമയത്ത് പൂജനീയ ഗുരുനാഥൻ സകലമാന ജനങ്ങൾക്കും പണ്ഡിത പാമര ഭേദമന്യേ സ്ത്രീകൾക്കടക്കം ഈശ്വരപ്രാപ്തിക്ക് വേണ്ടി ഈശ്വര ആരാധന നടത്താൻ വേണ്ടി രൂപകൽപ്പന ചെയ്ത ഒരു സാധനാദീപം എന്നൊരു പുസ്തകം ആശ്രമത്തിൽ നിന്ന് അടിച്ചിറക്കിയിട്ടുണ്ട്. ആ ഗുരുനാഥനുള്ള ഗുരുദക്ഷിണ എന്ന നിലയ്ക്ക് ആ സാധനാദീപത്തെ ഒരു സബര്യയായി സ്വീകരിച്ചുകൊണ്ട് സാധനാദീപ സബര്യ എന്ന പേരിലാണ് ഈ അർച്ചനകൾ സംഘടിപ്പിക്കുന്നത്. അന്നേ ദിവസം പരമാവധി വീടുകളിലും സാധ്യമായ ക്ഷേത്രങ്ങളിലും ഹിന്ദുധർമ്മ വിശ്വാസികളും ഈശ്വരവിശ്വാസികളും സ്വാമിജി ഭക്തരും ആശ്രമബന്ധുക്കളും എല്ലാം തന്നെ കഴിയുന്നത്ര ഒത്തുകൂടി ഈ സാധനാ സബര്യ പ്രാവർത്തികമാക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. തുടർന്നുള്ള പരിപാടികൾ പിന്നീട് പ്രഖ്യാപിക്കുന്നതായിരിക്കും. ഏതായാലും പൂജനീയ ഗുരുനാഥൻ്റെ നവതി ഗംഭീരമായി ആചരിക്കണം എന്നുള്ള ഒരു താല്പര്യം കൊണ്ടാണ് ഇങ്ങനൊരു പദ്ധതി ആവിഷ്കരിച്ചത്. മനുഷ്യൻ്റെ സകല ക്ലേശങ്ങൾക്കും പരിഹാരമായും കാര്യനിവൃത്തിക്കായും മനഃശാന്തിക്കായും വേണ്ടി ഗുരുനാഥൻ രൂപകൽപ്പന ചെയ്തതാണ് സാധനാദീപം. ആ സാധനാദീപം ഭക്തി ആദരപൂർവം സമർപ്പണ ബുദ്ധിയോടുകൂടി എല്ലാ ഭക്തജനങ്ങളും ആചരിക്കണം, അനുഷ്ഠിക്കണമെന്ന് ഗുരുനാഥൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് അഭ്യർത്ഥിക്കുന്നു. ജയ് സീതാറാം.